carbon footprint definition. The amount of a carbon dioxide released into atmosphere as a result of the activities of a particular individuals, organization or community. അതായത് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി, ഒരു കൂട്ടായ്മയുടെ ആക്ടിവിറ്റിന്റെ ഫലമായിട്ട് എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അന്തരീക്ഷത്തിൽ റിലീസ് ചെയ്യുന്നത്, അതിന്റെ എമൗണ്ടിനെയാണ് നമ്മൾ പറയുന്നത് കാർബൺ ഫുട് പ്രിന്റ്. നെക്സ്റ്റ്, ഹൗ ടു റെഡ്യൂസ് യുവർ കാർബൺ ഫുട് പ്രിന്റ്. അതായത് നമുക്ക് എങ്ങനെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറക്കുക എന്നാണ് പറയുന്നത്. ചേഞ്ച് ടു കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലൈറ്റ് ബൾബ്, അഡ്ജസ്റ്റ് യുവർ തെർമോസ്റ്റാറ്റ്, use less hot water, avoid products with excessive packing, recycle more, turn off electronic device, drive less, check your tires, plant a tree. അതായത് ഫസ്റ്റ് പറയുന്നത് ചേഞ്ച് ടു കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലൈറ്റ് ബൾബ്സ് എന്ന് പറഞ്ഞാൽ CF മാറുക. പിന്നെ അഡ്ജസ്റ്റ് യുവർ തെർമോസ്റ്റാറ്റ്. നിങ്ങൾക്ക് അറിയായിരിക്കും, തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. ഓവർ ഹീറ്റ് ഇല്ലാതെ അഡ്ജസ്റ്റ് ചെയ്തിടുക അത്. പിന്നെ യൂസ് ലെസ് ഹോട്ട് വാട്ടർ, എപ്പോഴും ചൂടാക്കി കൊണ്ടിരിക്കുന്നത് കുറക്കുക. പിന്നെ അവോയ്ഡ് പ്രോഡക്റ്റ് വിത്ത് എക്സസീവ് പാക്കിംഗ്, അതായത് ഒരുപാട് പാക്കിംഗ് ഉള്ള പ്രൊഡക്റ്റിന്റെ യൂസേജ് കുറക്കുക. പാക്കിംഗ് ഒക്കെ വരുമ്പം കാർബണിന്റെ പ്രൊഡക്ഷൻ വരുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നെക്സ്റ്റ്, recycle more, turn off electronic device, drive less, check your tires, plant കാര്യങ്ങളാണ് നമ്മൾ വേണ്ടി ചെയ്ത്. AC on lights, take the stairs, AC on, shut the window, take a shorter showers, power down laptop, unplug electronics not in use, keep a room temperature moderate, do full loads of laundry, use fever or shake appliances of the carbon footprint. സ്ക്രീന് കാണാൻ പറ്റുന്നില്ല. ഫുട്പ്രിന്റ്, അതായത് ഫുട് പ്രിന്റിന്റെ ഏതെല്ലാം ഫാക്ടേഴ്സ് ആണ് ഇതിനെ എഫക്ട് ചെയ്യുന്നതെന്ന് പറയുന്നതാണ്. ലാർജ് ഫുട് പ്രിന്റ് കുഡ് ബി കോസ്ഡ് ബൈ reliance of fossil fuels, increased use of technology, high level of importance, large production of carbon waste, high food consumption, need to reach that ഒരു ലാർജ് ഫുട്പ്രിന്റ് റിലീസ് ആവുന്നത് എന്തെന്ന് വെച്ചാൽ റിലീസ് ഓൺ ഫോസിൽ ഫ്യൂവൽസ് എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോസിൽ ഫ്യൂവൽസിനെ ആശ്രയിക്കുന്നതാണ്. അതിന്റെ യൂസുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ അതിന്റെ യൂസുമായി ബന്ധപ്പെട്ട ടെക്നോളജി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കാതെ മറ്റുള്ളവരിൽ നിന്ന് എന്ത് ചെയ്യുന്ന ഇമ്പോർട്ട് ചെയ്യുക. സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന്റെ ട്രാൻസ്ഫറിങ് ഒക്കെ വരുമ്പോൾ ഒരുപാട് ഫോസിൽ ഫ്യൂവൽസിന്റെ ആവശ്യമായിട്ട് വരും. പിന്നെ ഹൈ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്, പിന്നെ ലാർജ് പ്രൊഡക്ഷൻ ഓഫ് കാർബൺ വേസ്റ്റ്, ഹൈ ഫുഡ് കൺസപ്ഷൻ, മീറ്റ് റിച്ച് ഡയറ്റ്സ്. അടുത്ത പറയുന്നത് ഇതൊക്കെയാണ് കാർബൺ ഫുട്പ്രിന്റ് കൂടാനുള്ള പ്രധാന കാരണം. ദെൻ footprint could be reduced by reduced resource consumption, recycle and reuse of resources, improved the efficiency of resource use, reduced pollution, exportations of waste, use of technology, reduce a population. അതായത് ഫുട്പ്രിന്റ് എങ്ങനെ റെഡ്യൂസ് ചെയ്യുക എന്ന് ചോദിച്ചാൽ ഏറ്റവും കുറച്ച് റിസോഴ്സ് യൂസ് ചെയ്യുക, അതും സ്മാർട്ടായിട്ട് യൂസ് ചെയ്യുക.
പിന്നെ റീസൈക്കിൾ ആൻഡ് റീയൂസ് ഓഫ് റിസോഴ്സസ്, അതായത് പിന്നെ പറയുന്നത് ഈ റെഡ്യൂസ് ദി പൊല്യൂഷൻ, അതായത് പൊല്യൂഷൻ കുറക്കുക. പിന്നെ എക്സ്പോർട്ടേഷൻ ഓഫ് വേസ്റ്റ്. പിന്നെ പറയുന്നത് എക്സ്പോർട്ടേഷൻ ഓഫ് വേസ്റ്റ്. ഓക്കെ, വേസ്റ്റ് മാക്സിമം ഒരു റിസോഴ്സ് ആയി കണ്ടെത്തുക, എന്നിട്ട് എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക, റീയൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഡംപ് ചെയ്യുക. പിന്നെ ദെൻ യൂസ് ഓഫ് ടെക്നോളജി, അതായത് കൂടുതലും പ്രകൃതിയുമായി സൗഹാർദ്ദപരമായിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്യുക. പിന്നെ പറയുന്നത് പോപ്പുലേഷൻ റെഡ്യൂസ് ചെയ്യുക. പോപ്പുലേഷൻ കൂടുമ്പോഴാണ് കൺസപ്ഷൻ കൂടുന്നത്, അപ്പോഴാണ് റിസോഴ്സിന്റെ യൂസേജും കൂടുന്നത്. അപ്പൊ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുക. നെക്സ്റ്റ്, activities that affect the carbon footprint of individual. Home heating depends on the fuel source and amount used. Food miles, how much food you buy from non-local source. Diet, meat eater, vegetarian or vegan conventions, farmed food or organic produce. Productions of a food include a fuel used for the cultivations and process and പാക്കിംഗ്. അപ്പം കാർബൺ ഫുട് പ്രിന്റിന് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നെന്ന് പറയുന്നത് ഹോം ഹീറ്റിംഗ് ഡിപ്പെൻഡ്സ് ഓൺ എ ഫ്യൂവൽ ഫോഴ്സ് ആൻഡ് എമൗണ്ട് യൂസ്ഡ്, അതായത് വീട്ടിലുണ്ടാക്കുന്ന ഹീറ്റിംഗ് ആക്ടിവിറ്റി. പിന്നെ ഫുഡ് മൈൽ, ഹൗ മച്ച് ഫുഡ് യു ബൈ ഫ്രം നോൺ ലോക്കൽ റിസോഴ്സ്, ദൂരെ നിന്ന് വാങ്ങി നമ്മൾ സാധനങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ അതിനെന്ത് ചെയ്യും, അതിന്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഒരുപാട് നമ്മൾ ഫ്യൂവൽ യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. പിന്നെ ഡയറ്റ്, മീറ്റ് ഈറ്റർ, വെജിറ്റേറിയൻ ഓർ വേഗൻ, കൺവെൻഷനലി ഫോംഡ് ഫുഡ് ഓർ ഓർഗാനിക് പ്രൊഡ്യൂസ്. പ്രൊഡക്ഷൻ ഓഫ് എ ഫുഡ് ഇൻക്ലൂഡിങ് എ ഫ്യൂവൽ യൂസ് ഫോർ കൾട്ടിവേഷൻ ആൻഡ് പ്രോസസ്സിംഗ് ആൻഡ് പാക്കിംഗ്. അപ്പോൾ ഈ ഒരു ഫുഡിന്റെ പാക്കിങ്ങിനും പ്രൊഡക്ഷനും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് ഈ ഫ്യൂവൽസ് യൂസേജ് വരുന്നുണ്ട്. അപ്പൊ അതാണ് പറയുന്നത്. പിന്നെ ആക്ടിവിറ്റീസ് ദാറ്റ് എഫക്ട് ദി കാർബൺ ഫുട് പ്രിന്റ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഓരോ ഇൻഡിവിജ്വൽസിന് എങ്ങനെയാണ് അത് എഫക്ട് ചെയ്യുന്നത്. കാർ ട്രാവൽ ഡിപ്പെൻഡ് ഓൺ എ ഡിസ്റ്റൻസ് ഡ്രൈവൺ, ഫ്യൂവൽ എഫിഷ്യൻസി ആൻഡ് നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് പെർ വെഹിക്കിൾ, അതായത് നമ്മൾ സഞ്ചരിക്കുന്നു അതിൽ നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ചു, ഫോസിലിന്റെ എഫിഷ്യൻസി എങ്ങനെയാണ്, അതിലെ പാസഞ്ചേഴ്സ് എങ്ങനെയാണ്, അതിൽ എത്ര പാസഞ്ചേഴ്സ് ഉണ്ട്, അതിനെ അപേക്ഷിച്ച് കാർബൺ ഫുട് പ്രിന്റ് കൂടുന്നതാണ്. പിന്നെ പറയുന്നത് എയർ ട്രാവൽസ് ഡിപ്പെൻഡ് ഓൺ എ ഡിസ്റ്റൻസ് ആൻഡ് നമ്പർ ഓഫ് ഫ്ലൈറ്റ്സ്. Take off and landing use large amount of fuels, so 2 short flights produce a more carbon than 1 long flight of comparative distance. എന്ന് വെച്ചാല് എയർ ട്രാവലിന്റെ കാര്യത്തില് ഒരു വലിയ ഫ്ലൈറ്റ് യൂസ് ചെയ്യുന്നത് 2 ചെറിയ ഫ്ലൈറ്റ് യൂസ് ചെയ്യുന്നതിനേക്കാൾ കാർബൺ എമിഷൻ കുറവായിരിക്കും. അതായത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പം കാർബൺ എമിഷൻ ഉണ്ടാവും. അപ്പോൾ 2 ചെറിയ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് ഒരു വലിയ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത്. എന്നാൽ അത്രയല്ലേ കാർബൺ എമിഷൻ നമ്മളെ എൻവറോൺമെന്റിൽ ഉണ്ടാവും. പിന്നെ പറയുന്നത് ബോട്ട് ട്രാവൽ ഡിപ്പെൻഡ് ഓൺ എ ഡിസ്റ്റൻസ് ട്രാവൽഡ്, fuel efficiency and size of the boat can produce up to 8 times more carbon dioxide than an airplane traveling the same distance. എന്ന് പറയുന്നത് എത്ര ദൂരം സഞ്ചരിച്ചതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന. അപ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചെന്നതാണ് ബോട്ടിന്റെ കാര്യത്തിൽ പറയുന്നത്. ബോട്ടിന്റെ എഫിഷ്യൻസിയും സൈസും വെച്ചിട്ട് എന്ത് ചെയ്യാം, 8 മടങ്ങ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിരിക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മൊഡ്യൂളിന്റെ ലാസ്റ്റ് ടോപ്പിക് ആണ് ലീഗൽ പ്രൊഫഷൻ ഓൺ എൻവറോൺമെന്റ്.
legal profession on environment. In a constitution of India, it is clear states that it is a duty of the state of protect and improve the environment to the safeguard the forest and wildlife of the country. It imposes a duty on every citizen to protect and improve the natural environment, including forest, lakes, rivers, and wildlife. സോ നമ്മളെ ഭരണഘടനയിൽ വളരെ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻവറോൺമെന്റ് പ്രൊട്ടക്ഷന് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ് എല്ലാം പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഓരോ സ്റ്റേറ്റിന്റെയും കടമയാണ്. അതുപോലെ തന്നെ ഓരോ പൗരന്റെയും കടമ കൂടിയാണ് ഈ പ്രൊട്ടക്ട് ദി നാച്ചുറൽ എൻവറോൺമെന്റ്. ഫോറസ്റ്റ്, ലേക്സ്, റിവേഴ്സ്, വൈൽഡ് ലൈഫ് ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഓരോ സിറ്റിസണിന്റെയും കൂടി കടമയാണ്. പിന്നെ പറയുന്നത് റെഫറൻസ് ടു എൻവറോൺമെന്റ് ഹാസ് ഓൾസോ ബീൻ മേഡ് ഇൻ ദി directive principles of a state policy as well as the fundamental rights. The Department of Environment was established in India in 1918 to ensure a healthy environment for the country. This later became the Ministry of Environment and Forest in 1985. അപ്പം മേലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻവറോൺമെന്റ് എന്ന് വെച്ചാൽ എൻവറോൺമെന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇന്ത്യയിൽ 1918 സ്ഥാപിക്കുന്നത്. പിന്നീട് അത് മിനിസ്ട്രി ഓഫ് എൻവറോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ആയി മാറി 1985. അപ്പം മിനിസ്ട്രി ലെവലിലേക്ക് ആ ഡിപ്പാർട്ട്മെന്റ് മാറി. ഇൻട്രൊഡക്ഷൻ ആണ്. An act to provide for the protection and the improvement of environment was needed. അതായത് എൻവറോൺമെന്റിന്റെ പ്രൊട്ടക്ഷനും ഇംപ്രൂവ്മെന്റിനും വേണ്ടി ഒരു ആക്ട് തന്നെ നമുക്ക് ആവശ്യമായി ഉണ്ടായിരുന്നു. Whereas the decision were taken at a United Nations Conference on a Human Environment held at Stockholm in June 1972 to take a appropriate step for protection and the improvement of a human environment. അതായത് അപ്പോ ഈ ഒരു ഡിസിഷൻ എടുക്കുന്നത് യുണൈറ്റഡ് നാഷണൽ കോൺഫറൻസിന്റെ ഹ്യൂമൻ എൻവറോൺമെന്റ് എന്ന വിഷയത്തിലുള്ള യുണൈറ്റഡ് നാഷൻ എന്ന് പറയുന്ന കോൺഫറൻസിലാണ്. ഇതിനു വേണ്ടിയുള്ള ഒരു അപ്രോപ്രിയേറ്റ് സ്റ്റെപ്പും ഡിസിഷനൊക്കെ എടുക്കുന്നത്. അത് നടന്നേക്കുന്നത് 1972 സ്വീഡനിൽ വെച്ചാണ്. പിന്നെ പറയുന്നത് എൻവറോൺമെന്റ് ആക്ട് വാസ് ഇൻട്രൊഡ്യൂസ് ആഫ്റ്റർ ദി ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി 1986. അപ്പം 1986 ഏറ്റവും വലിയൊരു ട്രാജഡി ആണെന്ത് നമുക്കറിയാവുന്നതാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിക്ക് ശേഷമാണ് ഈ ഒരു ആക്ട് നിലവിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആക്ട് ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ഇൻക്ലൂഡിംഗ് റൈറ്റ് ടു പൊല്യൂഷൻ ഫ്രീ എൻവറോൺമെന്റ്. അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21 നമുക്ക് പറയുന്നുണ്ട് നമുക്ക് ജീവിക്കാനുള്ള അവകാശം. അതിൽ പറഞ്ഞിരിക്കുന്നതാണ് റൈറ്റ് ടു പൊല്യൂഷൻ ഫ്രീ എൻവറോൺമെന്റ്. പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള എൻവറോൺമെന്റിനുള്ള അവകാശം നമുക്കുണ്ട്. പിന്നെ പാർട്ട് 4 ആർട്ടിക്കിൾ 48A protection for the improvement of environment and safeguard of the forest and wildlife. അതായത് ആർട്ടിക്കിൾ 48A പ്രകാരം എന്താ പറയുന്നത് എന്ന് വെച്ചാൽ എൻവറോൺമെന്റിന്റെ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ഫോറസ്റ്റിന്റെയും വൈൽഡ് ലൈഫിന്റെയും ഒക്കെ സംരക്ഷണം. ദെൻ പാർട്ട് 4A ആർട്ടിക്കിൾ 51A കോസ് it imposes a fundamental duty on every citizen to protect and improve the natural environment. അതായത് ആർട്ടിക്കിൾ 51A കോസ് പ്രകാരം പറയുന്നത് എന്താന്ന് വെച്ചാൽ എല്ലാ സിറ്റിസണിന്റെയും ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് നാച്ചുറൽ എൻവറോൺമെന്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 48A and 51A were added in Indian
Constitution in 48 Amendment 1976. അതായത് 1976 42 അമെൻഡൻസിൽ ആഡ് ചെയ്യപ്പെട്ടതാണ് ഈ ആർട്ടിക്കിൾ 48A-യും 51A എന്ന് പറയുന്നത്. Then one directive principle and one fundamental duty. അടുത്തത് Article 253 says that a parliament has a power to make a laws for the country. അതായത് ആർട്ടിക്കിൾ 253 പറയുന്നത് പ്രകാരം രാജ്യത്തിന് വേണ്ടി ഒരു പുതിയ ലോ ഉണ്ടാക്കാനുള്ള പവർ കൺട്രിക്ക് ഉണ്ട്. The Environmental Protection Act 1986 was enacted under Article 253. അതായത് ആർട്ടിക്കിൾ 253 പ്രകാരമാണ് ഈ എൻവറോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 പുറപ്പെടുവിക്കുന്നത്. അങ്ങനെ 3 ഇന്റർനാഷണൽ ടേംസ് ആണ് കോൺഫറൻസ്, കൺവെൻഷൻ ആൻഡ് protocol. Conference, a formal gathering to discuss a board theme. Conference എന്നാന്ന് പറയുന്നത് ഇതെല്ലാം നമുക്ക് അറിയാവുന്ന ടേംസ് തന്നെയാണ്, കേട്ടിട്ടുള്ളതാണ്. കോൺഫറൻസും കൺവെൻഷനും പ്രോട്ടോകോളും. കോൺഫറൻസ് എന്ന് പറഞ്ഞാല് എല്ലാവരും ഒത്തുകൂടി എന്തെങ്കിലും ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുന്നതിനെയാണ് നമ്മൾ കോൺഫറൻസ് എന്ന് പറയുന്നത്. കൺവെൻഷൻ, എ മീറ്റിംഗ് വേർ എ ഫ്രെയിം വർക്ക് ഓർ ബേസിക് ഗൈഡ് ലൈൻസ് ഈസ് പ്രിപ്പയർഡ്. കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റി ഒരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഒരു ടാർഗറ്റിൽ എത്താൻ ഇന്നതൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനുള്ള ഒരു മീറ്റിങ്ങിനെയാണ് കൺവെൻഷൻ എന്ന് പറയുന്നത്. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫൈനൽ കൺവെൻഷൻ. ഇറ്റ് ഈസ് an agreement where the parties sign and accept the legal obligation. എന്ന് വെച്ചാല് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു ഗൈഡ് ലൈൻസും കാര്യങ്ങളും നമ്മൾ എന്താക്കി ഫൈനലായിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഒരു അഗ്രിമെന്റ് പാർട്ടീസിലെ എല്ലാവരും അതിൽ പങ്കെടുത്ത് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്ത് സൈൻ ചെയ്യുന്ന ഒരു ലീഗൽ അഗ്രിമെന്റ് ആണ് പ്രോട്ടോകോള്. അപ്പൊ നമ്മള് അതാണ് ക്യോട്ടോ പ്രോട്ടോകോൾ നമ്മൾ മുന്നേ പഠിച്ചത്. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. The United Nations Conference on Human Environment was held at Stockholm in 1972. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഹ്യൂമൻ എൻവറോൺമെന്റ് എന്ന ടോപ്പിക്കിൽ. ഇത് ആ കോൺഫറൻസ് നടന്നിരിക്കുന്നത് 1972 The program was set up in Geneva in June 1972. It was a first conference on international protections of environment. അപ്പോൾ പ്രോഗ്രാം നടന്നിരിക്കുന്നത് ജനീവയിലാണ്, 1972. എൻവറോൺമെന്റ് പ്രൊട്ടക്ഷൻ എന്ന ടോപ്പിക്കിലേക്ക് വെച്ച് നടന്ന ഫസ്റ്റ് കോൺഫറൻസ് ആണ് അത്. കൺവെൻഷൻസ് ആൻഡ് പ്രോട്ടോകോൾ. വിയറ്റ്നാം കൺവെൻഷൻ 1985 adopted for the protections of ozone layer. അതായത് 1985 വിയറ്റ്നാമിൽ നടന്ന കൺവെൻഷനാണ് നമ്മളെ ഓസോൺ ലെയർ പ്രൊട്ടക്ഷന് വേണ്ടി നടന്നതാണ്. പിന്നെ മോൺട്രിയൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ 1989 adopted for reduce ozone depletion. അതായത് ഓസോൺ ഡിപ്ലഷൻ കുറക്കാൻ നടന്ന പ്രോട്ടോകോൾ ആണ് മോൺട്രിയൽ പ്രോട്ടോകോൾ 1989. ബെസൽ കൺവെൻഷൻ 1992 for a transboundary movement of hazardous waste. അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റ് പ്രൊഡക്ഷന് വേണ്ടി നടത്തിയ കൺവെൻഷൻ ആണ് ബെസൽ കൺവെൻഷൻ. ക്യോട്ടോ പ്രോട്ടോകോൾ 1997 ഫോർ ക്ലൈമാറ്റ് ചേഞ്ച്. നമ്മൾ പഠിച്ചതാണ് 1997 ഫോർ ക്ലൈമാറ്റ് ചേഞ്ച്. നെക്സ്റ്റ് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി 1992 ഫോർ ദി സസ്റ്റൈനബിൾ യൂസ് ഓഫ് ബയോളജിക്കൽ റിസോഴ്സ്. അതായത് 1992 ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നടന്നതാണ്. എന്തിനാന്ന് ചോദിച്ചാൽ സസ്റ്റൈനബിൾ യൂസ് ഓഫ് ബയോളജിക്കൽ റിസോഴ്സസിന്റെ സ്മാർട്ട് ആയിട്ടുള്ള യൂസേജിന് വേണ്ടിയിട്ട് നഗോയ പ്രോട്ടോകോൾ
2040 fair and equitable sharing of benefit from the Convention of Biological Diversity. Environmental Protection Act 1986. Environmental protection അതിന്റെ objective എന്ന് വെച്ചാൽ provide for the protection and the improvement of environment, prevention environmental pollution in all its form, to tackling specific environmental problem that are particular to different part of the country. അപ്പോൾ എൻവറോൺമെന്റ് പ്രൊട്ടക്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് നമ്മൾ എൻവറോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക, എൻവറോൺമെന്റൽ പൊല്യൂഷനെ പ്രിവെന്റ് ചെയ്യുക എന്നൊരു ഏതൊരു എൻവറോൺമെന്റൽ പ്രോബ്ലത്തിനെയും നമ്മൾ എവിടെ നടക്കുന്ന എവിടെയുള്ള എൻവറോൺമെന്റൽ പ്രോബ്ലത്തിനെയും നമ്മൾ പരിഹരിക്കുക. ഇനി അത് ഉള്ള ഒരു റെമഡീസ് ആണ് പറയുന്നത്. ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യ, ദി റെമഡീസ് ഫോർ ദി എൻവറോൺമെന്റൽ പൊല്യൂഷൻ ആർ ഓഫ് ദി ഫോളോയിങ് കൈൻഡ്സ്. ഫസ്റ്റ് വൺ, civil remedies. The civil remedies for the environmental pollutions are available in the natural of compensation or damage to the victim and cost to recover the disturbed ecological balance of the environment. അതായത് സിവിൽ റെമഡീസ് എന്ന് പറഞ്ഞാല് എന്താ വെച്ചാല് എൻവറോൺമെന്റൽ പൊല്യൂഷൻ ചെയ്യുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ റെമഡീസ് യൂസ് ചെയ്യാന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വണ് സിവിൽ റെമഡീസ്. അത് ഏതെങ്കിലും തരത്തിലുള്ള എൻവറോൺമെന്റിന് ഡാമേജ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ കോസ്റ്റ് ആരാണോ ചെയ്തത് അവരിൽ നിന്ന് വാങ്ങുക. അതാണ് സിവിൽ റെമഡീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രിമിനൽ റെമഡീസ് എന്ന് പറഞ്ഞാല് ദിസ് റെമഡീസ് ആർ അവൈലബിൾ ബൈ വേ പെനൽ ആക്ഷൻ ഓർ പണിഷ്മെന്റ്. അതായത് പണിഷ്മെന്റ് കൊടുക്കുക എന്നുള്ള ഫോമിലേക്കാണ് രണ്ടാമത്തെ റെമഡീസ് വരുന്നത്. The other remedies for the environmental pollution are available as under remedies under constitutional law, remedies under law of torts. ഇത്രയും ആണ് നിങ്ങൾക്ക്